ഗുഡ് മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ കണ്ട വിഷയം ഫെഡറലിസം ഇൻ ഇന്ത്യ എന്നാണ്. അതിന്റെ എക്സ്റ്റൻഷനായി എന്നാൽ പുതിയൊരു ടോപ്പിക്കായി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലോക്കൽ സെൽഫ് ഗവേണൻസ് ഇൻ ഇന്ത്യ അഥവാ തദ്ദേശ സ്വയംഭരണം ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട പോലെ ഫെഡറലിസം ഇൻ ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞു. കോൺസെപ്ച്വലി അല്ലെങ്കിൽ അതിന്റെ തിയറിറ്റിക്കലി രണ്ട് രീതിയിലുള്ള താത്വികമായിട്ട് രണ്ട് രീതിയിലുള്ള അധികാര വിഭജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഹോറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവറും രണ്ട് വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ആണ്. ഹോറിസോണ്ടൽ അഥവാ തിരശ്ചീനമായിട്ടുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പ്രസിഡൻഷ്യൽ പാർലമെന്ററി സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ കണ്ടതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളാണോ ഒരേ ലെവലിലുള്ളത് ആ പ്ലെയിനിൽ തന്നെയുള്ള ആ നിലയിൽ തന്നെയുള്ള അധികാര കേന്ദ്രങ്ങളുമായിട്ട് അധികാരത്തെ വിഭജിക്കുന്നതിനെയാണ് നമ്മൾ ഹോറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടു. ഇന്ത്യയിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും അധികാര വിഭജനം രണ്ട് മേഖലയിൽ നടത്തുന്നുണ്ട്. ജുഡീഷ്യറി ഇല്ലെങ്കിൽ പോലും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും സെൻട്രൽ ഗവൺമെന്റിന്റെ ലെവലിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലെവലിലും അധികാരത്തെ വിഭജിക്കുന്നുണ്ട്. അത് ഹോറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവറിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ അതിനുശേഷം ഫെഡറലിസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഫെഡറലിസം ഒരു വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ആണ്, അല്ലെങ്കിൽ ലംബ സമാനമായിട്ടുള്ള ഒരു അധികാര വിഭജനമാണ് നമുക്ക് ഈ പറയുന്ന ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അധികാര വികേന്ദ്രീകരണം ലംബാത്മകമായിട്ട് നടക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫെഡറലിസത്തെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ടു ലെവൽ ഓഫ് ഗവൺമെന്റുകളാണ് ഫെഡറലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സെൻട്രൽ ഗവൺമെന്റും രണ്ട് ഫെഡറേറ്റിംഗ് യൂണിറ്റുകളായിട്ടുള്ള സ്റ്റേറ്റുകളുമാണുള്ളത്. അഥവാ സംസ്ഥാന അധികാര വിവേചനത്തിന്റെ ഘടകങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ അടുത്തൊരു പോളിറ്റിയും കൂടെ ഉണ്ട്. ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫെഡറലിസത്തിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റില്ലെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മൂന്നാമതൊരു ലെവൽ ഓഫ് ഗവൺമെന്റും കൂടെ കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, തദ്ദേശ സ്വയംഭരണം ആണ്. തദ്ദേശ സ്വയംഭരണം എന്ന അർത്ഥത്തിലേക്ക് പൂർണ്ണമായിട്ട് അർത്ഥത്തിൽ വരുന്നത് 1950-കൾക്ക് ശേഷമാണെങ്കിലും അതിന് പരിപൂർണമായ അർത്ഥം എത്തുന്ന 1993-ലാണ് നിലവിലത്തെ ഒരു വ്യവസ്ഥയുടെ പൂർണ്ണമായിട്ട് അർത്ഥത്തിൽ എത്തുന്നതെങ്കിലും നമുക്ക് BC കാലഘട്ടങ്ങളിൽ പോലും നമുക്ക് ഈ പറയുന്ന ഇതിന്റെ ആദിമ രൂപങ്ങളെ ദർശിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ബുദ്ധന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ബുദ്ധന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള കപിലവസ്തുവിലെ ബുദ്ധന്റെ പിതാവ് അധികാരിയായിട്ടുണ്ടായിരുന്ന ആ പ്രദേശത്ത് തന്നെ നമുക്ക് ഈ ഇന്ന് കാണുന്ന പഞ്ചായത്തുകളുടെ അതേ രൂപം അല്ലെങ്കിൽ പോലും കൗൺസിലുകൾ, സമിതികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലോ ലെവൽ ഓഫ് ഗവർണൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ നേരിട്ടെത്തുന്നതിനെ കുറിച്ചുള്ള വളരെ സ്മോൾ വില്ലേജ് യൂണിറ്റുകളായിട്ടുള്ള ചില സ്ഥാപനങ്ങൾ നമുക്ക് ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സിമിലർ ആയിട്ട് ആ കാലഘട്ടത്തിൽ പല ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം അടുത്ത ഒരു സെഗ്മെന്റിൽ എവല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ സംസാരിക്കും. നമ്മൾ ഈ ടോപ്പിക്കിൽ തുടക്കമിടുന്നത് ഈ ടോപ്പിക്കിന്റെ ആദ്യത്തേതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്ന് പറയുന്ന എന്ന സ്ഥാപനത്തിനെ കുറിച്ച് ഒരു ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവേണൻസ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവേണൻസ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിന്റെ
ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇൻട്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല സമയങ്ങളിലും ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവേണൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു സിനോണിംസ് ആയിട്ട് അല്ലെങ്കിൽ പര്യായം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പഞ്ചായത്ത് രാജ്. എന്നാൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പഞ്ചായത്ത് രാജ് വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് രാജ് എന്ന വ്യവസ്ഥിതി റൂറൽ സെൽഫ് ഗവേണൻസിനെ കുറിച്ചാണ്. ലോക്കൽ ഗവേണൻസിലെ തന്നെയുള്ള റൂറൽ മേഖലകളിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണ് പഞ്ചായത്തുകൾ. അതിന്റെ ഒരു വ്യവസ്ഥിതിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ 3 ടയർ പഞ്ചായത്തുകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ സിമ്പിൾ ആയിട്ട് കേട്ടിട്ടുള്ള 3 ടയർ പഞ്ചായത്തുകൾ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെ കുറിച്ചാണ് നമ്മൾ പഞ്ചായത്ത് രാജ് എന്നുള്ള വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പഞ്ചായത്ത് രാജ് മാത്രമല്ല, മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അർബൻ ഗവേണൻസ് ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്നത്. അതുകൊണ്ട് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ടോപ്പിക്കുകളിലേക്ക് കടക്കുകയാണ്. ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്താണെന്നുള്ള ചോദ്യം വരും. ലോക്കൽ സെൽഫ് ഗവേണൻസ് ഉദ്ദേശിക്കുന്നത് ഡീസെൻട്രലൈസേഷൻ ഓർ ഡെവല്യൂഷൻ ആണ്. അതെന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട്, അധികാരത്തിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഒരു വികേന്ദ്രീകരണത്തെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ പല രീതിയിലുണ്ട്, അതിലൊന്നാണ് ഡെവല്യൂഷൻ. ചില സമയത്ത് ഒരേ അർത്ഥത്തിൽ രണ്ട് ഉപയോഗിക്കാം, അതുകൊണ്ടാണ് രണ്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ കുറെ കൂടെ കൃത്യമായിട്ടുള്ള പദം ഡെവല്യൂഷൻ ആണ്. അപ്പം ഡെവല്യൂഷന്റെ ഒരു തരത്തിലുള്ള ഡെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ ആണ് ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇവിടെ അധികാരം പെർമനന്റ് ആയിട്ട് വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഇവിടെ ഭരണഘടന പ്രകാരം ഭരണഘടനയിലെ പ്രൊവിഷൻസുകൾക്കനുസരിച്ച് ഇവിടെ അധികാരത്തെ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഒരു താല്പര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമല്ലാതെ ഇവിടെ ഭരണഘടന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്തിരിക്കുകയാണ്, പെർമനന്റ് ആയിട്ട് ഈ അധികാരത്തെ കൈമാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നത് 3rd ലെവൽ ഓഫ് പോളിറ്റി അല്ലെങ്കിൽ ഗവേണൻസ് സിസ്റ്റം ആണ്. ഫസ്റ്റ് ലെവൽ ഓഫ് ഗവേണിംഗ് സിസ്റ്റം സെൻട്രൽ ഗവൺമെന്റ് ആണ്. 2nd ലെവൽ ഓഫ് ഗവേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വെർട്ടിക്കലി സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ്. 3ാമത്തെ ലെവൽ ഓഫ് ഗവൺമെന്റുകൾ എന്ന് പറയുന്നതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് ഭരണം നടത്താനുള്ള ഒരു ലോക്കൽ ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇവര് ഈ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വില്ലേജുകള്, ടൗണുകള്, സിറ്റികൾ തുടങ്ങിയിട്ടുള്ള സ്മോൾ കമ്മ്യൂണിറ്റീസ്, ചെറിയ പ്രദേശങ്ങളുടെ അധികാരത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആർട്ടിക്കിൾ 40 പാർട്ട് 4 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലാണ് ആർട്ടിക്കിൾ 40 ഭരണഘടനയുടെ 40ാം അനുച്ഛേദം എന്ന് പറയുന്നത് 4ാമത്തെ ഭാഗത്തിലുള്ളതാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങള് പാർട്ട് 3 ആയിട്ടുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പാർട്ട് 4 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് പാർട്ട് 4. അതിനകത്ത് 40ാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ആണ് പാർട്ട് 4. അതിനകത്ത് 40ാമത്തെ അനുച്ഛേദം സംസാരിക്കുന്നത് പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുറെ കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൽ ടേക്ക് step to organize village panchayat and endow them with such power and authority as may be necessary to enable them to function with the unit of self government. അതായത് ഭരണഘടന പറയുന്നത് ഇതാണ്, the state shall take steps, സ്റ്റേറ്റ് കുറച്ച് നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേറ്റ് എന്താണ് നിർദ്ദേശം നൽകുകയാണ്, ഡയറക്റ്റീവ് നിർദ്ദേശ തത്വങ്ങളിൽ നിർദ്ദേശം നൽകുകയാണ്. എന്തൊക്കെയാണ്? വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കാനും അത്
ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 അനുശാസിക്കുന്നത്. ഈ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം കോടതി വഴി നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്നാൽ 1993 ഏപ്രിൽ 24 നിലയിൽ വന്ന 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക്, ആർട്ടിക്കിൾ 40 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റീഷ്യബിൾ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ കോടതി വഴി ഇനി എന്ത് ചെയ്യാം, ഭരണഘടനയിൽ അനുശാസിക്കുന്ന ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാനുള്ള അധികാരം 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി ലഭിച്ചിരിക്കുകയാണ്. കാരണം അതിന് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റമാണ് ഇപ്പോഴും സ്റ്റേറ്റ് ലിസ്റ്റിലെ ഐറ്റമാണ്. 7th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലെ രണ്ടാമത്തെ ലിസ്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് സബ്ജക്റ്റുകളുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലെ 5ാമത്തെ ഐറ്റമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 243 ഈ പറയുന്ന ഡെവല്യൂഷൻ ഓഫ് പവർ ടു ലോക്കൽ ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരങ്ങൾ കൈമാറാനുള്ള തത്വങ്ങളെ ഉൾച്ചേർന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 243 കുറിച്ചാണ്. 243 ഈ പറയുന്ന അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കടമ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലോക്കൽ പ്ലാനിംഗ് ആണ്. പ്രാദേശികമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതി രേഖ തയ്യാറാക്കുകയും അതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കാരണം സെൻട്രൽ ഗവൺമെന്റിനെക്കാട്ടിലും സ്റ്റേറ്റ് ഗവൺമെന്റിനെക്കാട്ടിലും ആളുകളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുകൊണ്ട് എത്രത്തോളം റിസോഴ്സസ് നിലവിലുണ്ടെന്നും ഇനി എത്രത്തോളം വിഭവങ്ങൾ ആവശ്യമുണ്ടെന്നും എന്താണ് ആവശ്യമെന്നും വളരെ പ്രാഥമികമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ടും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ്. രണ്ടാമത് ഡെവലപ്മെന്റ്, പ്രാദേശികമായിട്ടുള്ള ഗ്രൗണ്ട് ലെവലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള വികസന പ്രക്രിയ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പൊ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾക്കെല്ലാം കോവിഡിന്റെ ഈ കോവിഡ് എന്ന് പറയുന്ന എൻഡമിക് ഡിസീസ് അല്ലെങ്കിൽ സാംക്രമിക രോഗത്തെ നമ്മൾ നേരിടുമ്പോഴത്തേക്കും അവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന ഡീസെൻട്രലൈസേഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഡെവല്യൂഷൻ ഓഫ് പവറിന്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഒരേ സമയം കേന്ദ്രീകൃതമായിട്ടുള്ള സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഉദാഹരണം എടുക്കുകയാണ് ലോക്കൽ പ്ലാനിങ്. എന്തൊക്കെയാണോ ഈ പറയുന്ന കോവിഡിനെ നേരിടാൻ വേണ്ടി എന്തൊക്കെ വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നും എന്തൊക്കെ വിഭവങ്ങൾ ആവശ്യമുണ്ടെന്നും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള തലത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്, പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കാണ്. അവരാണ് ഇതിൽ ഇത്രത്തോളം ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെ തന്നെ ഇത്രത്തോളം രോഗികളുണ്ടെന്നും അവരുടെ ഐസൊലേഷൻ സംബന്ധമായിട്ട് ഇത്രത്തോളം ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം വിഭവങ്ങളുടെ ആവശ്യമുണ്ടെന്നും പദ്ധതി രേഖ തയ്യാറാക്കി ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഫസ്റ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. രണ്ടാമത് ഈ പറയുന്ന പ്ലാനുകളുടെ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള പുതിയ പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിർവഹിക്കേണ്ട കാര്യം, അത് ഒരു തരത്തിലുള്ള വികസനമായിട്ട് കണക്ക് കൂട്ടാം നമുക്ക്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോവിഡ് ഇല്ലാത്ത സമയത്തുള്ള
പാലം പണി, അതുപോലത്തെ സ്കൂളുകൾ, ഇതെല്ലാം നടപ്പിലാക്കുന്ന ഡെവലപ്മെന്റ് നടപ്പിലാക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഡീസെൻട്രലൈസേഷൻ, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ആളുകളുടെ ഇടപെടലിന് ഉറപ്പുവരുത്തുക എന്നുള്ള അധികാരക്രമത്തിൽ ആളുകളുടെ നേരിട്ടുള്ള ഇടപെടൽ, ഗ്രാമസഭയാകട്ടെ അല്ലാതെ തെരഞ്ഞെടുപ്പുകളാകട്ടെ, എല്ലാ കാര്യത്തിലും ജനങ്ങളുടെ, സാധാരണ ആളുകളുടെ പ്രതിനിധീകരണം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇക്വിറ്റബിൾ അലോക്കേഷൻ, കാരണം മുകളിൽ നിന്നും ഒരു വിഭവത്തെ താഴേക്ക് നൽകുമ്പോഴത്തേക്കും പ്രശ്നം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ് നിലവിൽ വിഭവം ഉള്ളതെന്നും ഇനി ആർക്കാണ് കിട്ടാനുള്ളതെന്നും സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ നേരിട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിന്റെ ഗ്രൗണ്ട് ലെവൽ ഓഫ് റിപ്പോർട്ട് നൽകുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നേരിട്ട് പരിചയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വിറ്റബിൾ അലോക്കേഷൻ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഏറ്റവും അവസാനം എന്നാൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ലെയ്സൺ ആണ്. ലെയ്സൺ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളെ കൂട്ടിച്ചേർത്ത് തന്മയത്വത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളുടെ ലേസണിങ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു ലേസണിങ്ങിലൂടെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും പൊതുജനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലുള്ള ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആളുകളുമായിട്ട്, താഴ്ന്ന തട്ടെന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സ്റ്റാറ്റസോ എക്കണോമിക് സ്റ്റാറ്റസോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പവറിന്റെ ഒരു സ്റ്റാറ്റസിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്. എന്നാൽ മുകളിലുള്ള ആളുകളുണ്ട്, MLA-മാരാകട്ടെ, MP-മാരാകട്ടെ, ബ്യൂറോക്രാറ്റുകളാകട്ടെ, ഉദ്യോഗസ്ഥരാകട്ടെ, ഇവർക്കെല്ലാവർക്കും അവരുടെ ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സിസ്റ്റവുമായിട്ട് കുറെ കൂടെ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അടുപ്പമുണ്ടാകും. എന്നാൽ ഒരു പൗരൻ, ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സാധാരണ ജനത്തിന്, പൊതുജനത്തിന് ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇത്തരത്തിലുള്ള ഗവൺമെന്റൽ സിസ്റ്റവുമായിട്ട് അടുപ്പിക്കുന്നതെന്ന് പറയുന്നത്, അവരുടെ ബന്ധം നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ആർ ദ റോൾ എക്സ്പെക്ടഡ് ടു പ്ലേ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നാണ്, കടമകൾക്ക് പുറമെ എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കണം, എന്തൊക്കെ റോൾ, ആരുടെയൊക്കെ റോളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന് പ്രൊവൈഡർ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊവൈഡർ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നൽകുക, കൊടുക്കുന്ന, എന്തൊക്കെ കൊടുക്കണം. പ്രൊവൈഡിങ് അർബൻ ആൻഡ് റൂറൽ സർവീസസ് എഫിഷ്യന്റ്ലി ബൈ മാനേജിങ് ഇറ്റ്സ് അക്കൗണ്ട് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി, അതായത് നഗര കേന്ദ്രീകൃതവും ഗ്രാമ കേന്ദ്രീകൃതവുമായിട്ടുള്ള സേവനങ്ങൾ നൽകാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അർബൻ മേഖലയിലും, റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് റൂറൽ മേഖലകളിൽ തങ്ങൾക്ക് ചുമതലപ്പെട്ടിരിക്കുന്ന സേവനങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ സേവനദാതാക്കളാണ് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വാട്ടർ, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ഇത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത് റെഗുലേറ്റർ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ആക്ട്സ് ആൻഡ് റെഗുലേഷൻ റിഗാർഡിംഗ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളുടെ നിയന്ത്രണം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വിവിധ കാര്യങ്ങൾക്കുള്ള ലൈസൻസുകൾ, പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ. ഉദാഹരണത്തിന് ഒരു ഹോട്ടലില് പഴകിയ ഭക്ഷണം വിൽക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആദ്യം ഇടപെടുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ, അതല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ഇടപെടുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനോ ആയിരിക്കും. കാരണം ഭരണഘടനയുടെ 73-74 ഭരണഘടനാ അനുച്ഛേദങ്ങളുടെ ഭാഗമായിട്ട് ഈ പറയുന്ന വിഷയങ്ങളിൽ, ഇവർക്ക് ചുമതലപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അധികാരം ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കാനും അതിന്റെ നിയന്ത്രണവും നടത്തിപ്പും ചെയ്യാനുള്ള ചുമതല അല്ലെങ്കിൽ അധികാരം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഏജന്റ് ടേക്ക് സ്കീംസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സ് ടു പീപ്പിൾ, പ്രൊമോഷൻ ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ. നേരത്തെ പറഞ്ഞ ലേസിംഗ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും പൊതുജനവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാകട്ടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ആവശ്യമാണ്. കാരണം നിലവിൽ ആർക്കാണ് അതിന് അർഹതയുള്ളതെന്നും എന്താണ് തൽസ്ഥിതി എന്നും ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കീമുകളെ കുറിച്ചുള്ള വിവരങ്ങളും സ്കീമുകളുടെ വിഭവങ്ങളും എത്തിക്കുന്നത്, അലോക്കേഷൻ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോളിറ്റികളും ഇവരുടെ മുകളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുകളിലുള്ള രണ്ട് തരം സർക്കാരുകളുടെയും ഏജന്റ് ആയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു റോൾ നിർവഹിക്കുന്നത് വെൽഫെയർ ഏജൻസിയുടെയാണ്. ഒരു വെൽഫെയർ ഏജൻസി എന്ന് പറയുന്നത് ആളുകളുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്കുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഒരു വെൽഫെയർ ഏജൻസി എന്ന് പറയുന്നത്. ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു വെൽഫെയർ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള സേവനങ്ങൾ പൊതുജന താല്പര്യാർത്ഥം പലതരം സേവനങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, രണ്ട് തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. ഒന്ന് അർബൻ ലോക്കൽ ബോഡീസും രണ്ട് റൂറൽ ലോക്കൽ ബോഡീസും. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കും. അർബൻ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ റൂറൽ ലോക്കൽ ബോഡീസ് ഗ്രാമ കേന്ദ്രീകൃതമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇനി റൂറൽ ലോക്കൽ ബോഡീസിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ജനറലി കോൾഡ് ആയിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം, അതവര് സ്വതവേ അവരെ അറിയപ്പെടുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ 3 ടയർ പഞ്ചായത്തുകൾ എന്ന് അറിയപ്പെടുന്നത്. കാരണം 3 തലത്തിലുള്ള 3 ടയർ ആയിട്ടുള്ള പഞ്ചായത്ത്. ടയർ എന്ന് പറയുന്നത് വണ്ടിയുടെ വീലല്ല ഉദ്ദേശിക്കുന്നത്, ടയർ എന്ന് പറയുന്നത് ലെവലിനെയാണ്. റെയിൽവേയിൽ ബോഗികളിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടയർ എ സി, സെക്കൻഡ് ടയർ എ സി, 3 ടയർ എ സി എന്ന് പറയുന്നത് പോലത്തെ 3 സ്റ്റാൻഡേർഡുകൾ ഉള്ള അല്ലെങ്കിൽ 3 നിലയിലുള്ള 3 തരത്തിലുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ടയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ TIER ആണ്. ഈ ടയർ പ്രകാരം 3 തരത്തിലുള്ള 3 തല പഞ്ചായത്ത് എന്നതിന്റെ ഇംഗ്ലീഷാണ് 3 ടയർ എന്ന് പറയുന്നത്. ഈ ത്രിതല പഞ്ചായത്തുകളിലെ പൊതുവെ വിളിക്കുന്നതാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഇന്ത്യയിലെ റൂറൽ ലോക്കൽ ബോഡി എന്ന് പറയുന്നത് ഈ ത്രിതല പഞ്ചായത്തുകളാണ്. ടയർ 1 എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിന്നാണ് ടയർ 1, ടയർ 2, ടയർ 3 എന്ന് പറയുന്നത്. ടയർ 1 എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. ഗ്രാമ തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ. അതുപോലെ തന്നെ ടയർ 2 എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അഥവാ മണ്ഡൽ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി എന്ന് പറയുന്ന ഇടയിലുള്ള ഒരു സംവിധാനമാണ്. ടയർ 3 എന്ന് പറയുന്നത് ജില്ലാ പരിഷത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ലാ പഞ്ചായത്തുകൾ ജില്ലാ തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അർബൻ ലോക്കൽ ഗവർണൻസ് എന്ന് പറയുന്നത് പലതരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അർബൻ ലോക്കൽ ഗവർണൻസ് കാണാം. നമ്മൾക്ക് പൊതുവെ 3 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. സാർവത്രികമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും കണ്ടുപരിചയമുള്ള രീതി എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് 3 തരം കാര്യങ്ങളാണ്. ഒന്ന് മുനിസിപ്പൽ കോർപ്പറേഷന്, മുനിസിപ്പാലിറ്റി, നഗർ പഞ്ചായത്ത്. എന്നാൽ ഇതിന് പുറമെ ഇന്ത്യയിൽ നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റീസ് ഉണ്ട്, ടൗൺ ഏരിയ കമ്മിറ്റീസ് ഉണ്ട്, കന്റോൺമെന്റ് ബോർഡ്സ്. കന്റോൺമെന്റ് ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർമി സ്ഥിതി ചെയ്യുന്ന ആർമിയുടെ കന്റോൺമെന്റുകൾ സ്ഥിതി ചെയ്യുന്ന കന്റോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ബേസുകളാണ്. ആർമിയുടെ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ കന്റോൺമെന്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള സിവിലിയൻസ് ആകട്ടെ ആർമിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് കന്റോൺമെന്റ് ബോർഡ്. പ്രധാനമായിട്ട് അവിടുത്തെ സിവിലിയൻസിനാണ്, ആർമിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സിവിലിയൻസും ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുമാണ് ഈ പറയുന്ന കന്റോൺമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്, അർബൻ ലോക്കൽ ബോഡിയാണ്. ടൗൺഷിപ്പുകള്,
സ്പോട്ട് ട്രസ്റ്റുകൾ, സ്പെഷ്യൽ പർപ്പസ് ഏജൻസികൾ, ഇതെല്ലാം അർബൻ ലോക്കൽ ഗവൺമെന്റ് ബോഡികളാണ്. ഇവിടെ ടയർ 1, ടയർ 2, ടയർ 3 എന്നുള്ളൊരു സംവിധാനമില്ല. ഇത് പ്രധാനമായിട്ടും എല്ലാത്തിനും തന്നെ കോമൺ ആയിട്ടുള്ള, ഇപ്പം ആദ്യം പറഞ്ഞ 3 കാര്യങ്ങള്, നഗരപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നിനും. നഗരപഞ്ചായത്ത് പിന്നീട് മുനിസിപ്പാലിറ്റി ആകുന്നു, മുനിസിപ്പാലിറ്റി പിന്നീട് മുനിസിപ്പൽ കോർപ്പറേഷൻ ആകുകയാണ്. ഇതെല്ലാം പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റത് നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി, ടൗൺ ഏരിയ കമ്മിറ്റി, കണ്ടോൺമെന്റ് ബോർഡുകൾ എന്നൊക്കെ പറയുന്നത് എന്ത് ലക്ഷ്യത്തിലാണോ, എന്ത് ഭാഗമായിട്ടാണോ ഇത് നിലനിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ടയർ 1, ടയർ 2, ടയർ 3 എന്ന് പറയുന്നൊരു തലങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. എല്ലാത്തിനും തുല്യ അധികാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി റൂറൽ ലോക്കൽ ബോഡീസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാണുകയാണെങ്കിൽ, പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നാണ്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറയുന്ന പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്താണ് പുതിയതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഉത്ഭവം ബ്രിട്ടീഷ് കാലത്താണെങ്കിലും അതിനു മുമ്പേ തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ചരിത്ര, അതായത് BC കാലഘട്ടത്തിൽ പോലും നമുക്ക് ഈ പറയുന്ന ഈ സംവിധാനത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്താണ്. ഗാന്ധിജി ഈ പറയുന്ന ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ ഒരു ഡീസെൻട്രലൈസേഷൻ മോഡലായിട്ടാണ്. ഗാന്ധിജിയുടെ ഡീസെൻട്രലൈസേഷൻ മോഡൽ ഗ്രാമ കേന്ദ്രീകൃതമാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നു എന്നുള്ളൊരു മെസ്സേജ് അദ്ദേഹത്തിന്റെ ഡീസെൻട്രലൈസേഷൻ മോഡലിന്റേതാണ്. അപ്പം അദ്ദേഹത്തിന്റെതനുസരിച്ച് എവരി വില്ലേജ് ഷുഡ് ബി സെൽഫ് സഫീഷ്യന്റ്, റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് ഓൺ അഫയേഴ്സ്. അതായത് ഓരോ ഗ്രാമവും തങ്ങളിൽ തന്നെ സ്വയം പര്യാപ്തവുമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം ആയിരിക്കണം, ഒരു സംവിധാനം ആയിരിക്കണം എന്നാണ് ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണ തത്വത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് കൃഷിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, വിഭവങ്ങളാകട്ടെ, ഇതിനെല്ലാത്തിനും ഓരോ ഗ്രാമങ്ങളും സ്വന്തം ആശ്രയിക്കുക, മിച്ചമുള്ള കാര്യങ്ങൾ മറ്റ് ഗ്രാമങ്ങളിലേക്ക് കൈമാറുക. ഇത്തരത്തിലുള്ള ഒരു അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്നത്. അതിനെ അദ്ദേഹം ഗ്രാമ സ്വരാജ് അല്ലെങ്കിൽ വില്ലേജ് സെൽഫ് ഗവേണൻസ് എന്നാണ് അദ്ദേഹം തന്റെ അധികാര വികേന്ദ്രീകരണ മോഡലിന് പേര് നൽകിയിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇതിനെ സംസ്ഥാന സർക്കാരുകൾ അവരുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി, അവരുടെ ഉദ്ദേശ പദ്ധതി രേഖകളിൽ ഉൾപ്പെടുത്തി. കാരണം ലോക്കൽ ഗവേണൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടിരുന്ന, ഭരണഘടനാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു വിഷയമാണ് ലോക്കൽ ഗവേണൻസ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകൾക്കായിരുന്നു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക, ഗാന്ധിജിയുടെ ഈ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരുകൾക്കായിരുന്നു. അങ്ങനെ അവര് ഇതിന്റെ തുടക്കം പല സംസ്ഥാനങ്ങളും കുറിച്ചു. 1950കളിലും 60കളിലും നമുക്ക് ഇതിന്റെ ഒരു വളർച്ച കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംവിധാനം കേന്ദ്രീകൃതമായിട്ട് ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് ഡോമിനൻസ് ആണ് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു 5 ഇയർ പ്ലാനിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ആരംഭിച്ചു. എന്നാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അന്നത്തെ വളരെ ശൈശവ ജനാധിപത്യ ബോധമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ശൈശവികൃത അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചോളം വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പദ്ധതി അവിടെ പരാജയപ്പെടുകയാണ്. ഈ പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വളർച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആവശ്യത്തിലേക്കായിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്ത് റായ് മേത്തയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജനുവരി 16, 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ ഈ ഉദ്ദേശ ലക്ഷ്യത്തിനായിട്ട് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ബൽവന്ത് റായ് മേത്ത ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അതാണ് പിന്നീട് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ട് രൂപപ്പെടുന്നത്.
ഈ പറയുന്ന ബൽവന്ത് റായ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായിരുന്നു. ബൽവന്ത് റായ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ബൽവന്ത് റായ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പിന്നീട് ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്ത് വിമാനം തകർന്ന് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ബൽവന്ത് റായ് കമ്മിറ്റി 1957 നവംബർ 24 അദ്ദേഹത്തിന്റെ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന് വേണ്ടി വില്ലേജ് ലെവലില് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നിലവിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശക്തിപ്പെടുത്തുകയും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ അധികാര വികേന്ദ്രീകരണമാണ് പിന്നീട് പഞ്ചായത്ത് രാജ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഹി സജസ്റ്റഡ് നീഡ് ഓഫ് ഓർഗനൈസേഷൻ അറ്റ് വില്ലേജ് ലെവൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ത്രൂ പഞ്ചായത്തുകൾ മുഖാന്തരം പഞ്ചായത്തുകളെ ഗ്രാമതലത്തിലുള്ള ഒരു അധികാര കേന്ദ്രങ്ങളായിട്ട് മാറ്റണമെന്ന് അദ്ദേഹം റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അതും വലിയ തോതിലുള്ള ഇംപ്ലിമെന്റേഷൻ ലെവൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന അവസരത്തിൽ അത് പുറകോട്ട് വീഴുകയുണ്ടായി. 1977 അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു. 1977 ശേഷമുള്ള പഞ്ചായത്തുകളെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ പഞ്ചായത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 1970കളിൽ തന്നെ സർക്കാരുകൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഭരണഘടനയുടെ സംരക്ഷണമില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഇല്ലാത്തടത്തോളം കാലം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. 1989 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അഥവാ AICC എന്ന് നമ്മൾ അറിയുന്ന AICCയുടെ ഫെബ്രുവരി സെഷൻ 1989 ഫെബ്രുവരി സെഷനിൽ ആ സെഷനിൽ കൂടിയിരുന്ന ഒരു പ്രമേയം പാസാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന പദവി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു പ്രമേയം പാസാക്കിയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ഗാന്ധി ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി സർക്കാർ 64ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അവതരിപ്പിച്ചത്. ആക്ട് അല്ല. 64ാം ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. എന്നാൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയമായിരുന്നു 1989 എന്ന് പറയുന്നത്. കാരണം 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെടുന്നതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു 1984. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാജീവ് ഗാന്ധി അധികാരത്തിലെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടില്ല. എന്നാൽ രാജ്യസഭയിൽ ന്യൂനപക്ഷമായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ അത് പരാജയപ്പെടുകയും ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റാതെ ആ ബില്ല് ലാപ്സ് ആകുകയും ചെയ്തു. 1989 ഇലക്ഷനിൽ കോൺഗ്രസ് ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ബോഫേഴ്സ് അഴിമതി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ അഴിമതികളുടെ പേരിൽ 1989 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി വളരെ ദയനീയമായിട്ട് രാജീവ് ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പരാജയപ്പെടുകയുണ്ടായി. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് VP സിംഗ് ആണ്. പഴയ കോൺഗ്രസ് നേതാവും പിന്നീട് ജനതാദളിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന VP സിംഗ് ആണ് അധികാരത്തിലെത്തുന്നത്. അദ്ദേഹവും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് 1990 അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ 1990 ഈ ബില്ല് ലാപ്സ് ആയി പോവുകയാണ് ഉണ്ടായത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇതൊരു ന്യൂനപക്ഷ മന്ത്രിസഭയായിരുന്നു. ന്യൂനപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടൊരു ന്യൂനപക്ഷമല്ല. ഇതൊരു മെജോറിറ്റി
കൃത്യമായ മെജോറിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മെജോറിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലൊരു വലിയ തോതിലൊരു മെജോറിറ്റി ഇല്ലായിരുന്നു. ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്നൊരു ഇതായിരുന്നു. അതും പുറത്തുനിന്നുള്ള ആളുകളുടെ പിന്തുണയോടെയാണ് ഈ പറഞ്ഞ ഒരു മന്ത്രിസഭ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനതാ പാർട്ടിയെ പുറത്തുനിന്ന് പിന്തുണച്ചത് BJP ആയിരുന്നു. എന്നാലും 1980 തുടങ്ങിയ ഈ പറയുന്ന ബാബറി മസ്ജിദ് പ്രശ്നത്തിന്റെ, രാമജന്മഭൂമി പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് രഥയാത്ര സംഘടിപ്പിക്കുകയും ഈ രഥയാത്രയോട് വിയോജിച്ചുകൊണ്ട് അദ്വാനിയുടെ അറസ്റ്റിന് ഉത്തരവിടുകയും അങ്ങനെ മുലായം സിംഗ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളെ തുടർന്ന് ഈ പറയുന്ന സർക്കാരിനുള്ള പിന്തുണ, VP സിംഗ് സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ചന്ദ്രശേഖർ പിന്നീട് വന്നെങ്കിൽ പോലും 1990 അവസാനത്തോളം ഈ പറയുന്ന ഗവൺമെന്റ് ഉണ്ടായപ്പോഴും ലോക്സഭയിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ചന്ദ്രശേഖർ ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ ഇലക്ഷന് നേരിടുകയാണ് ഉണ്ടായത്. അതോടെ ഈ ബില്ലും ലാപ്സ് ആയി പോവുകയാണ് ഉണ്ടായത്. 1991 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഉപജ്ഞേതാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജീവ് ഗാന്ധി തമിഴ് പുലികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസ് ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആയിട്ട് വലിയ ഭൂരിപക്ഷമില്ലാതെ കടന്നു വരികയും ആ സർക്കാരിന് പുറത്തുനിന്ന് ഇടത് പാർട്ടികൾ സപ്പോർട്ട് ചെയ്ത ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരസിംഹറാവു വരികയും ആ നരസിംഹറാവു 73-74 ഭരണഘടനാ ഭേദഗതികൾ ഇരുസഭകളും അവതരിപ്പിച്ച് പാസാക്കുകയും അത് 73-74 ഭരണഘടനാ അമെന്റ്മെന്റ് ആക്ടുകളായിട്ട് നിലവിൽ വരികയും ചെയ്തു. 73rd അമെന്റ്മെന്റ് ആക്ട് നിലവിൽ വരുന്നത് ഏപ്രിൽ 24, 1993 ഇനി 73rd അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു സെഗ്മെന്റ് തന്നെ കാണുന്നുണ്ട്. വളരെ ചെറുതായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ 72nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലായിട്ട് 1991 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അവതരിക്കുന്നത്. അതിന്റെ ബില്ല് അവതരിക്കുന്നത് 72nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലായിട്ടാണ്. 1991 92 ഇത് പാസ്സായി. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് എന്നുള്ള രീതിയിൽ ഇത് പാസ്സാകുകയാണ് ഉണ്ടായത്. 92 പാസ്സായെങ്കിലും നിലയിൽ വരുന്നത് ഏപ്രിൽ 24, 1993 ഈ ഭരണഘടനാ ഭേദഗതിയിൽ ഭരണഘടനയിൽ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് 9ാമത്തെ ഭാഗം എന്ന് പറയുന്ന ഒരു പുതിയൊരു ഭാഗം പഞ്ചായത്തുകൾ എന്ന ടൈറ്റിലോട് കൂടി തന്നെ ശീർഷകത്തോടു കൂടെ ഒരു പുതിയ ഭാഗം പാർട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടു. ഈ ഭാഗത്തില് ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയാണ്. നമ്മൾ പറഞ്ഞതിന്റെ ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം പുതിയതായിട്ടൊരു കാര്യം ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെയാണ് നമ്പർ ചെയ്യുക. ഇപ്പൊ 243 കഴിഞ്ഞാൽ 243A, 243B, 243C, 243D അങ്ങനെ പോകും. അങ്ങനെ Z വരെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും 243 AA, AB, AC, AD അങ്ങനെ പോകും. അത് AZ കഴിയുമ്പോഴത്തേക്കും BA, BC, BC അങ്ങനെ വരും. അങ്ങനെ 243O വരെയാണ് ഈ പറയുന്ന പാർട്ടിൽ ഉണ്ടായിരുന്നത്. 11th ഷെഡ്യൂള് എന്ന് പറയുന്നത് ആഡ് ചെയ്യപ്പെട്ടു. 11th ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത് 12 ഷെഡ്യൂളിലാണ് ഭരണഘടനയിലുള്ളത്. അതിനകത്തെ 11ാമത്തെ ഷെഡ്യൂളിൽ 29 സബ്ജക്റ്റുകളാണ് പഞ്ചായത്തുകളുടെ അധികാര കീഴിലേക്ക് ഭരണഘടന കൊടുത്തിരിക്കുന്നത്. ഈ 29 വിഷയങ്ങളിൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള അധികാരം ഭരണഘടന പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1992 പാസ്സായതാണ്. അത് പാർട്ട് 9A എന്ന് പറയുന്ന പുതിയൊരു പാർട്ട് ഉണ്ടായി. പാർട്ട് 9 എന്ന് പറയുന്നത് പഞ്ചായത്തുകളാണെങ്കിൽ പാർട്ട് 9A എന്ന് പറയുന്നത് അർബൻ ഗവേണൻസ്, മുനിസിപ്പാലിറ്റിനെ കുറിച്ചാണ്. വിച്ച് ഡീൽസ് വിത്ത് മുനിസിപ്പാലിറ്റീസ് ഇൻ
ഇൻ ഇന്ത്യയിലെ മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡികൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് പാർട്ട് 9A ആണ്. ആർട്ടിക്കിൾ 243P മുതൽ ആർട്ടിക്കിൾ 243ZG വരെയാണ്. അതായത് PA, P2, P3, അത് കഴിഞ്ഞിട്ട് പിന്നെ QA, Q3 അങ്ങനെ കഴിഞ്ഞ് ZG വരെ അത്രയും ആർട്ടിക്കിളുകൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ആഡഡ് 12th ഷെഡ്യൂൾ വിച്ച് ഹാവ് 18 ഐറ്റംസ്. 12ാമത്തെ ഷെഡ്യൂളുകൾ ആഡ് ചെയ്തു. ഇതിനകത്ത് 18 ഐറ്റം ആണ് ഉള്ളത്. ദിസ് അമെന്റ്മെന്റ് ഓൾസോ നോൺ ആസ് നഗർപാലിക ആക്ട്. ഇതിനെ ഈ 74th അമെന്റ്മെന്റിനെ നമ്മൾ നഗർപാലിക നിയമം എന്നും അറിയപ്പെടാറുണ്ട് കോമൺ ആയിട്ട്. ജൂൺ 1 1993 ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. 24 ഏപ്രിൽ 1993 ഈ പറയുന്ന 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നെങ്കിൽ ജൂൺ 1 74ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. ഇറ്റ് ഗേവ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ടു മുനിസിപ്പാലിറ്റീസ്. മുനിസിപ്പാലിറ്റികൾക്കും, അതായത് മുനിസിപ്പാലിറ്റികൾക്ക് മാത്രമല്ല സിമിലർ ആയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അർബൻ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അധികാരം നൽകിയത് 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 243Q പ്രകാരം 3 തരത്തിലാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന അർബൻ ലോക്കൽ ബോഡികൾ ഉള്ളത്. നഗരപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിലവിൽ വരുന്നത് പോപ്പുലേഷൻ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിവിഷൻ കടന്നു വന്നത്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ കാണുകയാണ്. അതിനുശേഷം 73rd അമെന്റ്മെന്റ് എന്താണെന്നും 74th അമെന്റ്മെന്റുകൾ എന്താണെന്നും വെവ്വേറെ സെഗ്മെന്റുകളായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും.